മിസ്റ്റർ ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു ഹാം റേഡിയോ വാക്കി ടോക്കിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ആൻറ്റിന ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എക്സ്റ്റേണൽ ആൻറ്റിന ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ വാക്കി ടോക്കിയുടെ ട്രാൻസ്മിറ്റിംഗ് റേഞ്ച് പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വാക്കി ടോക്കി എക്സ്റ്റേണൽ ആൻറ്റിന ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 2 ടെലിസ്കോപ്പിക് ആൻറ്റിനകളാണ്. പഴയ റേഡിയോയിൽ നിന്നും നിങ്ങൾക്കിത് കിട്ടും. അടുത്തതായിട്ട് വേണ്ടത് ഒരു വുഡൻ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കിലാണ് ആൻറ്റിന ഉറപ്പിക്കുന്നത്. കേബിൾ കണക്ട് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു BNC കണക്ടറാണ്. PVC ഷീറ്റ് കൊണ്ടുള്ള ഒരു എൽ ക്ലാമ്പിൽ ഞാനിത് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ എൽ ക്ലാമ്പ് ഒട്ടിച്ച് ചേർക്കുന്നതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഇൻസുലേഷൻ ടേപ്പാണ്. ആൻറ്റിനയിൽ നിന്നും BNC കണക്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് ഒരു 50 ഓംസിൻ്റെ കോയാക്സിയൽ കേബിളിൻ്റെ പീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വുഡൻ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ടെലിസ്കോപ്പിക് ആൻറ്റിന ഉറപ്പിക്കണം. അതിന് കൃത്യമായിട്ട് അവിടെ ഹോൾ ചെയ്യേണ്ടതുണ്ട്. ഹോൾ ചെയ്യുന്നതിനായിട്ട് അവിടെ ആദ്യം മാർക്ക് ചെയ്യണം. ഒരു കത്രിക ഉപയോഗിച്ചുകൊണ്ട് നമുക്കവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി പേന കൊണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്തായിട്ട് ഇതുപോലെ പോയിന്റ് ചെയ്യണം. മാർക്കിങ് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു പവർ ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രിൽ ചെയ്തെടുക്കാം. ഇനി ടെലിസ്കോപ്പിക് ആൻറ്റിന ഈ വുഡൻ സ്റ്റിക്കിലേക്ക് ഉറപ്പിക്കണം. ഒരു സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ഈ ടെലിസ്കോപ്പിക് ആൻറ്റിന ഇതിലേക്ക് ഉറപ്പിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഡ്രിൽ ചെയ്തത്. ഡ്രിൽ ചെയ്യാതെ ഈ സ്ക്രൂ ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ വുഡൻ സ്റ്റിക്ക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ മറ്റേ ആൻറ്റിനയും സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പിക്കാം. അടുത്തതായിട്ട് ഒരു BNC സോക്കറ്റ് ഈ വുഡൻ സ്റ്റിക്കിലേക്ക് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കാം. ഈ BNC സോക്കറ്റിൽ നിന്നും ടെലിസ്കോപ്പിക് ആൻറ്റിനയിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. RG58 എന്ന കോയാക്സിയൽ കേബിളിൻ്റെ ഒരു ചെറിയ പീസാണ് ഞാൻ കണക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഈ കോയാക്സിയൽ കേബിളിന് ഒരു സെൻട്രൽ വയറും ഒരു ഷീൽഡ് വയറും ഉണ്ട്. ഇതിലെ സെൻട്രൽ വയർ ഒരു ആൻറ്റിനയിലേക്കും ഷീൽഡ് വയർ മറ്റേ ആൻറ്റിനയിലേക്കും സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. ഇനി കോയാക്സിയൽ കേബിളിൻ്റെ മറ്റേ ഭാഗം BNC സോക്കറ്റിലേക്കും സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാം.
കോയാക്സിൽ കേബിളിൻ്റെ സെൻട്രൽ വയർ ഈ BNC സോക്കറ്റിൻ്റെ സെൻട്രൽ പിന്നിലേക്കും ഷീൽഡ് വയർ ഔട്ടർ ബോഡിയിലേക്കും കണക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് ആണ്. 2 ടെലിസ്കോപ്പിക് ആൻറ്റിനകളിലും ഇതുപോലെ പ്രോബ് ടച്ച് ചെയ്യുമ്പോൾ മൾട്ടിമീറ്ററിലെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഓരോ ടെലിസ്കോപ്പിക് ആൻറ്റിനയും BNC കണക്ടറിൻ്റെ ഏത് ഭാഗത്താണോ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇതിലെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യണം. ഈ 2 കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ആൻറ്റിനയിലെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇനി ഒരു സ്കെയിൽ എടുത്തുകൊണ്ട് 50 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ച് മാർക്ക് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 145 MHz ആണ്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ ഈ ടെലിസ്കോപ്പിക് ആൻറ്റിനയുടെ നീളം എന്ന് പറയുന്നത് ഈ വേവ് ലെങ്തിൻ്റെ 4ൽ 1 അപ്പോൾ ഈ ടെലിസ്കോപ്പിക് ഏരിയയുടെ നീളം എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. ഈ ആൻറ്റിനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് വേവ് ലെങ്തിൻ്റെ ഹാഫ് ആണ്. ഇവിടെ അത് 1 മീറ്റർ എന്നാണ് വരുന്നത്. ഇനി ഈ മാർക്കിങ്ങിൻ്റെ സഹായത്തോടെ ഈ ടെലിസ്കോപ്പിക് ആൻറ്റിനയുടെ നീളം 50 സെൻറ്റിമീറ്റർ ആക്കി നമുക്ക് വയ്ക്കാം. ഇതുപോലെ മറ്റേ ടെലിസ്കോപ്പിക് ആൻറ്റിനയും 50 സെൻറ്റിമീറ്റർ നീളത്തിൽ വലിച്ചു നീട്ടുക. ഇനി ഈ ടെലിസ്കോപ്പിക് ആൻറ്റിനയുടെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യണം. 90 ഡിഗ്രി ആംഗിളിലേക്കാണ് ഈ 2 ടെലിസ്കോപ്പിക് ആൻറ്റിനകളും വരേണ്ടത്. ഇത് ചെയ്യുന്നത് ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ആൻറ്റിനയുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ SWR വാല്യൂ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു SWR മീറ്റർ ആണ്. ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു SWR ബ്രിഡ്ജാണ്. എന്താണ് SWR മീറ്റർ എന്നും ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രവും മറ്റൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിന നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം ഈ വയർലെസ് വാക്കി ടോക്കിയുടെ റബ്ബർ ഡക്കി ആൻറ്റിന റിമൂവ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഒരു BNC to SMA സോക്കറ്റ് കണക്ട് ചെയ്യുകയാണ്. മറ്റൊരു BNC കോയാക്സിൽ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വയർലെസ് ട്രാൻസീവറിനെ ഈ SWR മീറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇനി മറ്റൊരു കോയാക്സിൽ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആൻറ്റിനയും ഈ SWR മീറ്ററും തമ്മിൽ കണക്ട് ചെയ്യുക. ആൻറ്റിന ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഔട്ട് സൈഡിലേക്ക് പോകാം. 145 MHz ആണ് ഇപ്പോൾ ഈ വാക്കി ടോക്കിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ SWR മീറ്ററിൽ ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. അത് ആദ്യം ഫോർവേഡ് മോഡിൽ സെറ്റ് ചെയ്യുക. PTT പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിലെ കാലിബ്രേഷൻ നോബ് ഉപയോഗിച്ചുകൊണ്ട് ഇത് മാക്സിമത്തിലോട്ട് ആക്കുക. മാക്സിമത്തിലോട്ട് ആക്കിയ ശേഷം ഇതിൻ്റെ സ്വിച്ച് റിവേഴ്സ് മോഡിലേക്ക് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചെറിയൊരു ഡിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഉണ്ടാക്കിയെടുത്ത ആൻറ്റിന പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനി വയർലെസ് വാക്കി ടോക്കി ഈ SWR മീറ്ററിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിട്ട് ആൻറ്റിനയിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുക.
ഇനി വയർലെസ് റിപ്പീറ്ററുകൾ ഈ ആൻറ്റന ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം YSR റിപ്പീറ്ററാണ്. ഈ വാക്കി ടോക്കിയുടെ പവർ ലോ വാട്ട്സിൽ ഇട്ടിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ലോ വാട്ട് എന്ന് പറയുന്നത് 1 വാട്ടാണ്. ലോ പവറിൽ തന്നെ ഈ ആൻറ്റിന ഉപയോഗിച്ചുകൊണ്ട് YSR റിപ്പീറ്റർ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് തിരുവനന്തപുരം XT റിപ്പീറ്ററും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. തിരുവനന്തപുരം XT റിപ്പീറ്ററും വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാം റേഡിയോ വാക്കി ടോക്കിക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ആൻറ്റിന എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.